ഫെയ്ത്ത്, വിശ്വാസം. അടുത്ത കുറേ സെഷൻസ് വിശ്വാസത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം, സത്യത്തിൻ്റെ വചനം വന്ന് നമ്മളെ തൊടുമ്പോൾ നമ്മൾ വിശ്വാസ വീരന്മാരായി മാറും. വചനമാണ് നമ്മുടെ ജീവനം. ഈ വചനത്തിനകത്ത് വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് ദ വേർഡ് ഓഫ് നോളജ് ആൻഡ് ഫെയ്ത്ത്, അതാണ് ആദ്യത്തെ എൻ്റെ ടൈറ്റിൽ. 1 കൊരിന്ത്യർ 12:8-9. ഒരുത്തന് ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം. ടു അനദർ ദ വേർഡ് ഓഫ് നോളജ് ബൈ ദ സെയിം സ്പിരിറ്റ്, ടു അനദർ ഫെയ്ത്ത് ബൈ ദ സെയിം സ്പിരിറ്റ്. അതായത് ഒരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനം, ഇത് ദൈവത്തിൻ്റെ വരങ്ങളാണ്. ഈ ദൈവത്തിൻ്റെ വരങ്ങൾ ദൈവം ഓരോരുത്തർക്കായിട്ട് വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. ഫ്രൂട്ടാണെങ്കിൽ, ഫ്രൂട്ടെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഫ്രൂട്ടുകളെന്ന് പറയുന്നത് സ്നേഹം, 9 ഫ്രൂട്ടുകളാണ്. 9 ഫലങ്ങൾ, അതൊരു ഓറഞ്ച് ഫലമാണ്. ആ ഓറഞ്ചിൻ്റെ അകത്തെ അല്ലികളെല്ലാം അതിനകത്തുണ്ട്. അതിനകത്തൊന്ന് തൊലി കളഞ്ഞിട്ട് ഒരല്ലി എടുത്ത് കൊടുക്കൂല. വെൻ ഹി ഗോഡ് ഗീവ്സ് എല്ലാം കൂടെ അങ്ങ് കൊടുക്കും. അത് ഉപയോഗിക്കുന്ന പോലെ. എന്നാൽ വരങ്ങൾ വരുമ്പോൾ എല്ലാവരിലും അതുപോലെ പ്രവർത്തിക്കുന്നില്ല. വരങ്ങൾ ഓരോരുത്തർക്കും ജന്മനാ ചില വരങ്ങളിട്ടാണ് ദൈവം. ഈ വരങ്ങളിൽ ചില വരങ്ങളിൽ ഒന്നുണ്ട്. നമ്മൾ ഈ വരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പം 1 കൊരിന്ത്യർ 12 വരങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഈ വരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അതുകൂടെ 9 അവിടെ പറയുന്നുണ്ട്. പക്ഷേ ഈ വരങ്ങളിൽ വിശ്വാസം ഒരു വരമാണ്. ആ ഒരു വരത്തെക്കുറിച്ച് പറയുമ്പം വിശ്വാസം എന്തെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏതൊരു വിശ്വാസത്തിനും അല്ലെങ്കിൽ എവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിലും അവിടെ സ്നേഹവും യൂണിറ്റിയും വരണം. സ്നേഹവും സൗഹൃദം വരണം. അത് യൂണിറ്റി ആൻഡ് ലവ്, സ്നേഹവും ഐക്യതയും ഉള്ളിടത്ത് മാത്രമേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ, വചനം പറഞ്ഞാലും വചനം പറയുന്ന കേൾക്കുന്നവർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കും. അതുകൊണ്ടാണല്ലോ പള്ളികളിൽ വഴക്കുണ്ടാകുന്നത്, വീടുകളിൽ വഴക്കുണ്ടാകും. എല്ലാവരും ക്രിസ്ത്യാനിയായിരിക്കാം, പക്ഷേ വചനം കേൾക്കുന്നിടത്ത് പോലും പല തട്ട് കൊണ്ടുവന്നിട്ട് വഴക്കുണ്ടാക്കി. അപ്പോൾ യൂണിറ്റി, ഐക്യതയും സ്നേഹവും. സ്നേഹം ഉള്ളിടത്ത് ഇതൊന്നും വരുന്നില്ല. സ്നേഹം ഇല്ല, സ്നേഹം ഉണ്ടേ എങ്കിൽ ഐക്യത വരും. അപ്പോൾ ഐക്യതയും സ്നേഹവും ഒന്നിച്ച് നിന്നെങ്കിൽ മാത്രമേ ഫെയ്ത്ത് വർക്ക് ചെയ്യത്തുള്ളൂ, വിശ്വാസം വരും. വിശ്വാസത്തിലേക്ക് കയറുമ്പോൾ ഈ 2 കൊരിന്ത്യർ 2:11 പറയുന്നുണ്ട്, സാത്താൻ നന്മയെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാതിരിക്കരുത്. അപ്പോൾ അവൻ തന്ത്രം ഉപയോഗിക്കുകയാണ്. ദൈവമക്കൾ എവിടെ ഒന്നിച്ച് നിന്നോ അവിടെ അത് സംഭവിക്കും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, 2 അതിൽ കൂടുതൽ പേര് എവിടെ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും യാചിച്ചാൽ അത് ലഭിച്ചത് തന്നെ. അപ്പോൾ ഓർക്കണേ, 2 പേർക്ക് പോലും ഐക്യത കിട്ടുന്നില്ല. അതുകൊണ്ടാണല്ലോ നമ്പർ അത്ര ചെറുതാക്കി വെച്ചത്. ഒരു പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ 5 പേരുണ്ടായിരിക്കും, അതിൽ 4 പേർക്ക് ഏക മനസ്സ്, ഒരാൾക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ ഐക്യതയില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് 2 മതി. 2 ഐക്യത്തിലുണ്ടോ? അപ്പോൾ ഭാര്യയും ഭർത്താവും, ഭർത്താക്കന്മാർ ഐക്യത്തിലാണെങ്കിൽ അവിടെ ഐശ്വര്യം വരാതിരിക്കാൻ ഒക്കത്തില്ല. പക്ഷേ ഭാര്യയും ഭർത്താവിനും ഐക്യതയില്ല, ഐക്യതയുള്ള കുടുംബങ്ങളില്ല. ഒരേ വിശ്വാസികളായിരിക്കാം. അതിൽ എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മുടെ മോൾക്ക് കല്യാണം കഴിക്കണം എന്ന് നമ്മൾ പറയും. അപ്പോൾ അപ്പൻ പറയും, അവൾക്ക് 24 വയസ്സായില്ലേ, കല്യാണം കഴിക്കണം എന്ന് അപ്പൻ പറയും. ഒരു കുഴപ്പമില്ല. അമ്മ പറയും, പിന്നെ അവൾക്ക് 24 വയസ്സായി, അവൾക്ക് 28 വയസ്സായിട്ട് വില പഠിച്ച് ജോലി ചെയ്ത് കാശുണ്ടാക്കിയിട്ട് കെട്ടിച്ചാൽ മതി. ഒരു കുഴപ്പമില്ലേ? അഭിപ്രായം മാറിയേ, 2 ഐക്യം. അപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസം കടന്നു വരുമ്പം ഒരിക്കലും ദൈവത്തിനവിടെ പ്രവർത്തി. അതുകൊണ്ടാണ് വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഒരു ഭാര്യ പറയുകയാണ്, എക്സാമ്പിൾ എടുക്കുന്നതേ ഉള്ളൂ, ഭർത്താവ് പറയുന്നു ഇവളുടെ പ്രായമായി കല്യാണം നടത്തുക. അപ്പം ഭാര്യ പറയുകയാണ്, എൻ്റെ ഭർത്താവ് പറഞ്ഞത് ശരിയാണ്. കാരണം അദ്ദേഹമാണല്ലോ അതോറിറ്റി വെക്കുന്നത്. നമ്മൾ ഭർത്താവ് ഭാര്യയുടെ തലേന്നാണല്ലോ വചനം പറയുന്നത്. അപ്പോൾ അവർ പറയുകയാണ്, അത് ശരിയാണ്, 24 വയസ്സായി, നമുക്ക് കല്യാണം ആലോചിക്കാൻ തുടങ്ങാം. തീർന്ന്. അഭിപ്രായങ്ങൾ ഒന്നാകുമ്പോൾ കല്യാണം ചിലപ്പം താമസിച്ചായിരിക്കും നടക്കുന്നത്, പക്ഷെ അവിടെ അഭിപ്രായ വ്യത്യാസമില്ല. അപ്പം ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. കല്യാണം ഉടനെ നടന്നില്ലെങ്കിലും വീട്ടിൽ കലക്കം വരത്തില്ല. ഈ ഐക്യതയും സ്നേഹവും ഉണ്ടാകാൻ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവമേ ഐക്യത ഇട്ട് തരണമേ. അത്
പ്രാക്ടിക്കലി സ്പീക്കിംഗ് ജീവിതത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഒരു ഭർത്താവിനും ഒരു ഭാര്യയ്ക്ക് ഐക്യതയില്ല. ഞാൻ എത്രയോ എടുത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നതാണ്. ഭർത്താവ് ഒന്ന് പറയും, എല്ലാവരുടെ മുമ്പ് വെച്ച് ഒരു ചിലപ്പോൾ ചോദിച്ചു മാറി നിന്ന് എന്നോട് പറയും, മാറ്റി ചുമ്മാതെ അയാൾ പറയുന്നതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയും. കാരണം ഒരു ബഹുമാനവും ഇല്ല, ഒരു ദൈവത്വം അവിടെ ഇല്ല, അവിടെ നടക്കൂല. പക്ഷെ അന്നേ സമയം നമ്മൾ തീരുമാനിക്കുകയാണ്, ഭർത്താവ് എന്ത് പറഞ്ഞാലും ദൈവമേ ഞാൻ ആ മനുഷ്യനോട് വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല, അത് ഞാൻ അഗ്രി ചെയ്തിട്ട് അതിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞെന്ന് നോക്കിക്കേ, ക്രമേണ അവിടെ ഐശ്വര്യം വരും. എത്ര കുടുംബങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. എത്ര പ്രായമുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രായമുള്ളവർ എബവ് 70 years കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത്, 70 വയസ്സ് കഴിഞ്ഞിട്ട് ഭർത്താവ് എന്തെങ്കിലും ഭാര്യയോട് പറഞ്ഞാൽ ഭാര്യ കേൾക്കൂല. കേൾക്കത്തില്ലെന്ന് നടിക്കുന്ന, കേൾക്കുന്നുണ്ട്, കേൾക്കത്തില്ല. ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ ഭർത്താവ് പറയും അവൾക്കൊരു ബോധവും ഇല്ലെന്ന് പറയും. ദിസ് ഈസ് വാട്ട് ലൈഫ് ഈസ്. അപ്പോൾ ഇത് മാറിയൊക്കത്തുള്ളൂ. ഇത് മാറണമെങ്കിൽ വിശ്വാസവീരനാകുന്ന ക്രിസ്തുവിൽ വന്നിട്ട് കർത്താവ് എന്തെല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ അത് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അതിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഐക്യത വരും, സമാധാനം വരും. ഇതെന്തിനാ പറയിപ്പിക്കുന്നത്? ഐക്യതയില്ലാതെ ഒന്നും നടക്കത്തില്ല. ഞാൻ വിശ്വാസത്തെക്കുറിച്ച് 1 വർഷം പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് ഐക്യതയും സ്നേഹവും ഇല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ല. അതുകൊണ്ട് ആദ്യമേ വിശ്വാസത്തെക്കുറിച്ച് കേൾക്കുന്നതിന് മുമ്പേ ദൈവത്തോട് നമുക്ക് പറയാം, എൻ്റെ ദൈവമേ എൻ്റെ ഭവനത്തിൽ ഐക്യതയുടെ ആത്മാവ് ഇട്ടു തരണമേ, സ്നേഹത്തിൻ്റെ ആത്മാവ്. ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹം വരുമ്പോൾ സ്നേഹം ഒരു തരത്തിലുള്ള കുറ്റവും കണ്ടുപിടിക്കത്തില്ല. Keep the unity of the Spirit in the body of peace, for there is one body, one Spirit, and one Lord, one faith, one baptism, one God and Father of all. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് വചനമാണ് ഞാൻ വായിച്ചത്, എല്ലാം ഒന്നാക്കണമെന്ന്. യൂണിറ്റി ഓഫ് സ്പിരിറ്റ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:4. അങ്ങനെ ഒരു വാക്യമുണ്ടോ? ഇതൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കേണ്ടത്. ചില വാക്യങ്ങളൊക്കെ ഞാനിപ്പോഴും വായിക്കുന്നത്, ഇങ്ങനെ ഒരു വാക്യം ഉണ്ടോ? കാരണം നമുക്കിപ്പോഴും ആത്മാവ് തുറക്കുന്നു. വാക്യം ഇല്ലാഞ്ഞിട്ടല്ല, ആത്മാവ് തുറക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി, ഐക്യത, ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നതിനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കും. ഞാൻ പറഞ്ഞില്ല, ദാനം പല ലെവലിലാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കൃപാവരങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. ഈ കൃപാവരങ്ങൾ ലഭിക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും പറയേണ്ട ഒരു പോയിൻ്റ്, ഐക്യത ഉണ്ടാകണം. അത് എവിടെ ഐക്യതയുള്ളത് എന്നോട് പറ. സ്വന്തം ഭവനത്തിലുണ്ട്. എൻ്റെ വീട്ടിൽ ഐക്യതയൊന്നും കാണുന്നില്ല, ഞാൻ കാണാറില്ല. പിന്നെ ദൈവത്തെ വിളിക്കുന്നതുകൊണ്ട് നമ്മൾ ആത്മാവിൽ അങ്ങ് നിൽക്കുന്നത് കൊണ്ട് സന്തോഷത്തോടെ പോകുന്നതെന്നല്ലാതെ ഐക്യത വരണമെങ്കിൽ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേ എനിക്ക് ഐക്യത വരുന്നുള്ളൂ, അല്ലെ ഐക്യത വരൂല. ഇവിടുന്ന് കർത്താവ് വചനം പറയുന്നത്, നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവൊന്ന്, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളതും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നതും എല്ലാവർക്കും ദൈവവും പിതാവുമായ ഒരുവൻ. ദൈവവും പിതാവും ഒരുവൻ മാത്രമാണെങ്കിൽ പിന്നെ എങ്ങനെ അഭിപ്രായ വ്യത്യാസം? ഭാര്യ ഭർത്താവ് ഒന്നെന്നല്ലേ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭർത്താവിൻ്റെ ഉള്ളിൽ, അതായത് ആദത്തിൻ്റെ അകത്തു നിന്ന്, ഭാര്യയിലൊന്നും അല്ലെന്നേ, ആദത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആദത്തെപ്പോലെ തന്നെ ചേർന്ന് ഒരു സ്ത്രീയെ ദൈവം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഭാര്യയിലെന്ന് പറയുന്നു, ആദത്തിൻ്റെ ആ ഇൻസൈഡ് മുഴുവനും ഹവ്വായ്ക്കകത്തുണ്ട്. ഞാൻ പറയുന്നത്, ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാകുമ്പോഴേ ഒന്നാകുന്നുള്ളൂ. പക്ഷേ എത്ര കുടുംബത്തിൽ ഈ ഐക്യതയുണ്ട്. എത്ര ഭാര്യ ഭർത്താക്കന്മാർ ചെറുപ്പമാകുമ്പം അവരവരുടെ കഴിവ് കാണിക്കാൻ എന്തോ ഒരു വെപ്രാളം പിടിച്ച് പറഞ്ഞ് മിക്ക കുടുംബങ്ങളിലും ഡിവോഴ്സാണ്. ഐക്യതയില്ല. വിശ്വാസവീരന്മാരാക്കുമ്പോൾ കർത്താവ് പറയുന്ന സത്യങ്ങൾക്ക് വില കൊടുക്കണം. ഒരു ദൈവമേ ഉള്ളൂ, പല ദൈവം. എനിക്ക് ഒരു ദൈവമേ മേളിലുള്ളെങ്കിൽ ദൈവം പറയുന്നത് ഞാൻ അനുസരിക്കണം. ഭർത്താവ് ഭാര്യയ്ക്ക് തല, ഭാര്യയുടെ തല ഭർത്താവ്, ഭർത്താവിൻ്റെ തല ദൈവം. ഈ പ്രിൻസിപ്പിൾസ് ഒന്നും മാറി വെച്ച് വിശ്വാസം കേട്ടിട്ട് ഒരു ഗുണമില്ല. ഇതാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദി കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഓഫ് എ ഹൗസ് ഹോൾഡ്. ഐക്യത.
It is God's desire that we speak the same thing. Paul asked the Corinthians, is Christ divided? ക്രിസ്തുവിനെ ഡിവൈഡ് ചെയ്താണ് നമ്മൾ കാണുന്നത്. When the Holy Spirit was full control, Christ is never divided. His body is not divided. There is no division, no schism, no division. And schism and divisions are the products of the carnal mind. അതായത് നമ്മൾ ഓരോ ഇസങ്ങൾ ഉണ്ടാക്കി വെക്കും. എൻ്റെ ബിലീഫ് ഇങ്ങനെയാണ്, ഞാൻ ഈ കാര്യങ്ങളിൽ എൻ്റെ വീട്ടിൽ ഇതാണ് നിർബന്ധം. ഇങ്ങനെ ഓരോ ഇസങ്ങൾ അല്ലെങ്കിൽ ഓരോ ദുശാഠ്യങ്ങൾ നമ്മൾ കൊണ്ടുവച്ചിട്ട് കുടുംബങ്ങളിൽ സമാധാനമില്ല, ദൈവത്തിൽ ആത്മാവിൽ ആശ്രയിക്കുന്നില്ല. അതെല്ലാം മാനുഷിക കാർണൽ മാൻഡ്, അതായത് പ്രാകൃത മനുഷ്യൻ്റെ സ്വഭാവമുള്ളവന് വിശ്വാസം കിട്ടുകയില്ല. പ്രാകൃത മനുഷ്യൻ മാറി വിശ്വാസ ജീവിതത്തിലേക്ക് കയറാൻ വിശ്വാസത്തിൻ്റെ വചനങ്ങൾ കൊണ്ട് നമ്മളെ നിറയ്ക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിനെക്കുറിച്ചുള്ള ഉറപ്പ്, കാണാത്തതിനെക്കുറിച്ചുള്ള നിശ്ചയം. ആരിലുള്ള ഉറപ്പാണ്? ഇബ്രാഹിലേഖനം 11 പറയുന്നത് ആശിക്കുന്നത് ക്രിസ്തുവിലായിരിക്കണം. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്തതിൻ്റെ നിശ്ചയം. കാണാത്തതിനെക്കുറിച്ചുള്ള നിശ്ചയം ക്രിസ്തുവിലാകണം, അല്ലാതെ ഒന്നും വിശ്വാസം വരത്തില്ല. അപ്പം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നതിനാണ് ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് വിശ്വാസം എന്തെന്ന് നമുക്ക് പഠിക്കാൻ തയ്യാറാകും. ദൈവം നമ്മുടെ ആത്മാവിനെ, ദേഹം ദേഹി ആത്മാവിനെ തയ്യാറാക്കട്ടെ. അടുത്ത ദിവസം വിശ്വാസത്തെക്കുറിച്ച് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനായ ദൈവമേ, ഐക്യതയും സ്നേഹവും ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. എത്ര വചനം കേട്ടാലും ദൈവത്തിൻ്റെ ഐക്യതയും സ്നേഹവും അവിടുന്ന് ഇട്ടു തരണം. പരിശുദ്ധാത്മാവ് വരാതെ ഐക്യത ഉണ്ടാകത്തുമില്ല. പരിശുദ്ധാത്മാവ് വരുമ്പം ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ വിനയം വരണം. ഹ്യൂമിലിറ്റി ഈസ് ദ ഫെർട്ടൈൽ ഗ്രൗണ്ട്. അതായത് വിനയമുള്ള സ്ഥലത്തെ വിത്തിട്ടാൽ കിളുക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ഞങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വന്ന് മലകൾ താഴണപ്പിച്ച, താഴ്വരകൾ പൊങ്ങി വരണം, കുന്നുകൾ ഇടിഞ്ഞു പോകണം, വഴികളെ സമഭൂമിയാക്കി തരണം. അതുപോലെ വയലുകൾ വൃത്തിയാക്കി തരണം. ഉണങ്ങിക്കിടക്കുന്ന വയലുകളിലേക്ക് വെള്ളം ഒഴിച്ചു തരണം. വരണ്ടിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ പ്രത്യാശ ഇട്ട് തരണം. ഐക്യതയും സ്നേഹത്തിൻ്റെ ആത്മാവ് മുൻപേ പോകട്ടെ. വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുവാൻ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തിക്കണം. ഞങ്ങളുടെ ആത്മാവ് തയ്യാറായിരിക്കുന്നു. അടുത്ത ദിവസങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ ഞങ്ങളുടെ ആത്മാവിനെ ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ്റെ ദേശം ഉണരും. ഉണർത്തിക്കാൻ തക്കോണം കടന്നു വന്നാട്ട്. പ്രാർത്ഥനയായിട്ട് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.